പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയ്ക്ക് ഇന്ന് ശിശുദിനമാണ്. ഹെറോദേസിൻ്റെ കരാളഹസ്തത്താൽ ജീവൻ നഷ്ടമായ ഈശോ മിശിഹായ്ക്ക് പകരക്കാരായ കുഞ്ഞിപ്പൈതങ്ങളുടെ ഓർമ്മദിനമാണ് സഭ ഇന്ന് കൊണ്ടാടുന്നത്. ഇന്ന് പുൽക്കൂട്ടിൽ കുഞ്ഞിളം മോണ കാണിച്ച് ചിരിച്ചുകൊണ്ട് ഉണ്ണിമിശിഹ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ, ജോലിയിടങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിലൊക്കെ എനിക്ക് പകരക്കാരനാകുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, ഞാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ, ഞാൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കുവാൻ അതിന് സാധ്യമാകുന്നുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കാം. കുഞ്ഞിപ്പൈതങ്ങളുടെ ഈ ഓർമ്മദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈശോ നൽകിയ കുഞ്ഞുങ്ങളാകുവാനുള്ളൊരു ആഹ്വാനവും നമുക്ക് സ്വീകരിക്കാം. ജീവിത മേഖലയിലൊക്കെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മളെയും ഉപകരണമാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതി കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണിമിശിഹായ്ക്ക് പകരക്കാരായി ഹെറോദസിൻ്റെ വാളിനിരയായ കുഞ്ഞിപ്പൈതങ്ങളുടെ ഓർമ്മദിനമാണ് കത്തോലിക്കാ തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. യേശു ജനിച്ച ഉടനെ തന്നെ അവിടുത്തേക്കെതിരായ നീക്കങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഹെറോദേസ് മനസ്സിലാക്കി. അവർ ആ ശിശുവിനെ ആരാധിച്ചു മടങ്ങുമ്പോൾ തൻ്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് ഹെറോദേസ് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. അവർക്ക് സ്വർഗത്തിൽ നിന്ന് മറിച്ചൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹെറോദേസിനെ മടക്കയാത്രയിൽ സന്ദർശിച്ചില്ല. 3 രാജാക്കന്മാരെ കാണാതായപ്പോൾ ഹെറോദേസ് അത്യധികം കുപിതനായി. അവരിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബേത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 വയസ്സോ അതിൽ താഴെയോ പ്രായമായ എല്ലാ ആൺകുട്ടികളെയും വധിപ്പിച്ചു. 22 പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതെന്ന് ഒരു സാക്ഷ്യം കാണുന്നുണ്ട്. ഈശോയെ പ്രതി മരിച്ച ഈ കുഞ്ഞിപ്പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു. ഇന്ന് അവരുടെ ഓർമ്മ നാം കൊണ്ടാടുകയാണ്. ഹെറോദേസിൻ്റെ സംഹാര ഖഡ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കെയ്റോയിൽ താമസിക്കുവാനിടയായതും. ഹെറോദേസിൻ്റെ ക്രൂരമായ അതിമോഹം ഭരിച്ചില്ലെന്ന് മാത്രമല്ല, താമസിയാതെ അദ്ദേഹം ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് സഹിച്ചു മരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കുഞ്ഞിപ്പൈതങ്ങൾ ശൈശവത്തിൽ തന്നെ മരിക്കേണ്ടവരല്ലായിരുന്നു. മറ്റുള്ളവരുടെ സ്വാർത്ഥതയാണ് അവരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഇന്നും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വധിക്കപ്പെടുകയോ അനാഥമാക്കപ്പെടുകയോ ചൂഷണത്തിലൂടെ ബാല്യം അപഹരിക്കപ്പെടുകയോ ചെയ്യുന്ന നിഷ്കളങ്ക ശിശുക്കളുടെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ മുഖം മറച്ചുകൊണ്ടല്ല ക്രൈസ്തവ ആനന്ദം ആരംഭിക്കുന്നത്. മനുഷ്യജീവനെ ആശ്ലേഷിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ആഹ്വാനം സ്വീകരിക്കുമ്പോഴാണ് ക്രൈസ്തവ ആനന്ദം ജന്മം കൊള്ളുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം ഇപ്രകാരമാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. ഈ ആധുനിക യുഗത്തിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് പേരെ നാമൊക്കെ അനുകരിക്കാൻ പരിശ്രമിക്കാറുണ്ട്. ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് നാമൊക്കെ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാകുവാൻ നമ്മളെ ശക്തരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.